എന്നും നമ്മളെ വീഡിയോ തുടങ്ങുന്നത് നമ്മളെ പൊരേൻ്റെ അടുക്കളയെന്നല്ലേ. അപ്പം ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇന്ന് മാനന്തവാടി ടൗണിൽ കൂടെ നട്ടുച്ചക്ക് തെണ്ടി നടക്കുകയാണ് ഞങ്ങൾ. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിന് കേട്ടോ. അപ്പം ഞാനും താത്തയും കൂടെ വന്നതാണ്. പെങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ കയറിയിട്ടുള്ളത് ബഡാ ബസാറിലേക്കാണ്. ഇവിടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 10 ബുക്ക് എടുത്താൽ 10 ബുക്ക് ഫ്രീ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ വന്നത് 7 ഡേയ്സിലേക്കാണ് മാനന്തവാടി. ഇവിടെ നല്ല പച്ചക്കറിയും അതും ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഫ്രഷ് പോലെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനും ഒന്നും വാങ്ങണില്ല എന്ന് വിചാരിച്ച് നിന്നതാണ്. താത്താക്ക് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് കയറിയതായിരുന്നു. അങ്ങനെ വാങ്ങണില്ല എന്ന് പറഞ്ഞ ഞാൻ എന്ത് ചെയ്തു, ഒരു 500 റുപ്യൻ്റെ സാധനം ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ആരായാലും കണ്ടാൽ അതും ഇതും ഇങ്ങനെ എടുത്ത് പോകും കേട്ടോ നമ്മൾ. അപ്പോൾ ഇതാ താത്ത വാങ്ങിയ സാധനത്തിൻ്റെയൊക്കെ ബില്ലാക്കുന്നുണ്ട്. ഞാനും ഇതാ ഓരോന്നും ഇങ്ങനെ നോക്കി നടക്കുകയാണ്. ഇക്കാനെ വിളിച്ചിട്ട് വാങ്ങണില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ പൈസയൊക്കെ ഇടിയിപ്പിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ അതും ഇതൊക്കെ ആയിട്ട് ഞാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വരികയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. താത്ത പിന്നെ 2-3 വട്ടമൊക്കെ വന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ നിന്നൊരു സമ്മാന കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ട്. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്തായാലും പേരൊക്കെ എഴുതി ഇട്ടിട്ടുണ്ട്. അങ്ങനെ മാനന്തവാടിയത്തെയും ടൗണത്തെയും കറങ്ങലൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ പുരയിലേക്ക് വന്നിട്ടുണ്ട്. എവിടെയെങ്കിലും ഒന്ന് പോയി വന്നാൽ ആ ഒരു കട്ടൻ ചായ ഇങ്ങോട്ട് കിട്ടിയാൽ ഒരു സമാധാനം ആവുള്ളൂ കേട്ടോ. മക്കളെ ഒന്നും കൂട്ടാതെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. 3 ആളെ ഇവിടെ ആക്കിയിട്ടാണ് കേട്ടോ പോയത്. അതുകൊണ്ട് തന്നെ പിന്നെ വല്ലാണ്ട് ടൗണിൽ കടന്ന് കറങ്ങാൻ നിന്നിട്ടില്ല. നേരെ വേഗം ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ വന്നു ചായയൊക്കെ വെച്ചു കുടിക്കുകയാണ്. എന്തോ ഉണ്ണിയപ്പം ഉണ്ടായിന് കേട്ടോ. ഞാൻ ബാക്കി മാവ് കുറച്ചുണ്ടായിനല്ലോ. അപ്പോൾ ആ ഒരു മാവ് കൊണ്ട് ചുട്ട ഉണ്ണിയപ്പം എന്തോ ആയിരുന്നു തോന്നുന്നു. കറി കുറച്ച് ദിവസമൊക്കെ മുന്നേ എടുത്ത് വെക്കുന്ന വീഡിയോ ആയതുകൊണ്ടേ കറി എന്നല്ല പറഞ്ഞത്, കടി കേട്ടോ. എന്താ ചെയ്യുക. എന്തായാലും അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചിട്ടുണ്ടായി. പിന്നെ ഇതാക്കണ വേഗം ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് വേഗം കഴുകി പെറുക്കി എടുത്ത് വെക്കുകയാണ്. ഇനിയിപ്പോൾ രാത്രിക്കത്തേക്കുള്ള ചോറ് കറി എന്നുള്ളതിൽ പിന്നെ ചോറുണ്ട്, അതുപോലെ കുറച്ച് മീൻ കറി ഉണ്ട്, മീൻ പൊരിക്കാൻ ഉള്ളതുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കുമ്പളങ്ങ ഒന്ന് താളിച്ചെടുക്കുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് താളിപ്പ്, ഈ ഒരു മീൻ കറീൻ്റെ പൊരിച്ചതിൻ്റെ ഒക്കെ കൂടെ. പിന്നെ അതന്നെ മാത്രമാകുമ്പോൾ കഴിക്കാനും ഒരു സുഖമല്ല. അപ്പം എന്തായാലും കുമ്പളങ്ങ ഉണ്ടേനി. അപ്പോൾ അതൊന്ന് ഇതാട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ചെറിയൊരു കഷ്ണം ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അതൊന്ന് താളിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ചോറും എല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.